കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കണത് നല്ല അടിപൊളി ഒരു ഫേസ് പാക്കും കൊണ്ടാണ് കേട്ടോ. നമ്മുടെ കരുവാളിപ്പൊക്കെ നല്ല വണ്ണം അങ്ങ് കുറയാൻ പറ്റിയ സൂപ്പർ ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതൊന്ന് തേച്ച് നോക്കട്ടോ. തേച്ച് നോക്കിയിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് കഴുകി നോക്കാം. നമ്മൾ കരുവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ല വണ്ണം കുറയും, മുഖം നല്ല നിറവയ്ക്കാനും സൂപ്പറാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചുള്ള ഫേസ് പാക്കാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. കണ്ടു നോക്കിയാൽ മാത്രം പോരാ, ഉപയോഗിച്ച് നോക്കണം. ഇപ്പം നല്ല അടിപൊളി വെയിലല്ലേ വന്നേക്കണേ. അപ്പം ഈ വെയിലത്ത് ഈ ഒരു പാക്ക് സൂപ്പറാന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. അപ്പം നമുക്ക് നേരെ പാക്കിലോട്ട് അങ്ങ് കിടന്നേക്കാം അല്ലേ. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ കേട്ടോ. ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റൊക്കെ ചെയ്ത് എൻ്റെ ഫ്രണ്ട്സിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. അപ്പോൾ ഇന്നത്തെ താരം ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടലമാവാണ്. കടലമാവ് ഞാൻ കുറച്ച് പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ മുഖത്തും കഴുത്തിലൊക്കെ തേക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ട സാധനമാണ് നല്ല കട്ട തൈരും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കടലമാവിലോട്ട് തൈരും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കഴിഞ്ഞിട്ടില്ല, ഇതിൻ്റെ കൂടെ വേറൊരു സാധനം കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എനിക്ക് ശല്യം വേണ്ടി വരും കേട്ടോ. തൈരെല്ലാം എടുത്തിട്ടുണ്ട്. തൈരിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എടുത്താൽ മതി. അപ്പോൾ തൈരൊക്കെ നിങ്ങളുടെ വീട്ടിൽ ഇല്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി വെക്കണം കേട്ടോ. ഒരു പട്ടിക്കുഞ്ഞാണ്, അവൻ്റെ ഒച്ചയാണ് കേട്ടത്. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കണ്ടോ, നല്ല ക്രീം പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ചെറുനാരങ്ങയുടെ നീരാണ്. അപ്പോൾ ചെറുനാരങ്ങയുടെ നീര് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ, മുഖത്ത് പറ്റുന്നില്ലെങ്കിൽ ചെറുനാരങ്ങ നമുക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇത് രണ്ടും മാത്രം മതി. അപ്പോൾ ഞാൻ എന്തായാലും ചെറുനാരങ്ങയുടെ നീരൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മതി, ഒരു ടീസ്പൂണ്, 1 ടീസ്പൂണില്ലേ, കുഞ്ഞ് സ്പൂണിൻ്റെ അളവില്ലേ, ആ അളവിലെടുത്താൽ മതി. അപ്പോൾ ചെറുനാരങ്ങയുടെ നീര് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കറിയാം ചെറുനാരങ്ങ നമ്മുടെ മുഖം നല്ല നിറം വയ്ക്കാനും പാടുകളൊക്കെ പോകാനൊക്കെ അടിപൊളി സാധനമാണ് ചെറുനാരങ്ങ അല്ലേ. അതുപോലെ തൈരും അതുപോലെ തന്നെ സൂപ്പറാണ്. അപ്പം കടലമാവാണെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ട, അടിപൊളിയാണ്. നമ്മുടെ മുഖം നല്ല നിറം വയ്ക്കാനും കടലമാവ് സൂപ്പറാണ്. അപ്പോൾ ഇത് മൂന്നും കൂടെ ചേർക്കും നമുക്ക് ഒരു മാജിക്കൽ തന്നെ സംഭവിക്കട്ടെ നമ്മുടെ മുഖത്ത്. അപ്പോൾ നല്ല ക്രീം പോലെ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല ക്രീമായിട്ടുണ്ട്. കടലമാവ് നല്ല നൈസാണ്, ഒരു തരി പോലും ഇല്ലല്ലോ. അപ്പോൾ നമ്മുടെ മുഖത്തൊക്കെ തേച്ച് പിടിപ്പിക്കാനും കഴുകി കളയാനൊക്കെ അടിപൊളിയാണ്. അപ്പം നമുക്കിത് മുഖത്തങ്ങ് തേച്ച് കൊടുക്കാം. അപ്പോൾ 2-3 മിനിറ്റ് ഇങ്ങനെ റെസ്റ്റിന് ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം അല്ലേ. നമ്മളേതൊരു പാക്കും അങ്ങനെ ആണല്ലോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2-3 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ. ഇത് നമുക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ മുഖം കഴുകിയിട്ട് വന്നിട്ടില്ല, ഞാൻ മുഖം കൂടെ നല്ല വൃത്തിയിലൊന്ന് കഴുകിയിട്ട് വേഗം വരാം. അപ്പോൾ 2-3 മിനിറ്റ് ഇതിങ്ങനെ റെസ്റ്റിന് ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. 2 മിനിറ്റൊക്കെ കഴിഞ്ഞു. മുഖം നല്ല വൃത്തിയിലങ്ങ് കഴുകിയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ചെറിയൊരു നനവുണ്ട് നമ്മുടെ മുഖത്തെ. ഇനി തേച്ചെടുക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് മസാജും കുരുകൊണ്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കേ. ഇച്ചിരി കട്ടിയിൽ തന്നെ തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പം നല്ലവണ്ണം കരുവാളിപ്പൊക്കെ പിടിച്ച ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, അവരൊക്കെ നല്ല വൃത്തിയിൽ മുഖം കഴുകിയിട്ട് ഈ ഒരു പാക്ക് അങ്ങ് ഇട്ട് കൊടുത്ത് നോക്കൂ. കരുവാളിപ്പൊക്കെ നല്ലവണ്ണം അങ്ങ് പോകും കേട്ടോ. അപ്പം നല്ലവണ്ണം കരുവാളിച്ച് കൈയൊക്കെ നല്ലോണം കരുവാളിച്ച് ഇങ്ങനെ കറുത്തിരിക്കുകയാണെങ്കിൽ, ഞാൻ കരുവാളിപ്പിൻ്റെ കാര്യമാണ് പറഞ്ഞത്. കരുവാളിച്ച് നമ്മുടെ വെയിൽ കൊണ്ട് ആ പാകം നിർവ്യത്യാസം നമുക്ക് അറിയാൻ പറ്റില്ല. അങ്ങനെയുള്ളവരെ നമുക്ക് ദിവസം നമുക്ക് കൈകളിലൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. മുഖത്തൊക്കെ ആണെങ്കിൽ ഒരു ആഴ്ചയിലൊരു 3 തവണയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യാവേ.
എൻ്റെ ഇനി കഴുത്ത് തെച്ചാലും ഇനി ബാക്കി ഉണ്ടാവും കേട്ടോ. പിന്നെ കടലമാവ് പെട്ടെന്ന് ഡ്രൈ ആവുന്ന സാധനമാണല്ലോ. അപ്പം ഒരു 15 മിനിറ്റ് ആകുമ്പോൾ തന്നെ പെട്ടെന്ന് ഡ്രൈ ആവും. അന്നേരം നമുക്കൊന്ന് നനച്ച് കൊടുത്തിട്ട് നമുക്ക് കഴുകി കളഞ്ഞാൽ മതി. ചില പാക്കുകളൊക്കെ ആണെങ്കിൽ ഇച്ചിരി താമസം ഉണ്ടാകും, ഒരു 20 മിനിറ്റ് ആയാലൊക്കെയാണ് ഡ്രൈ ആവുള്ളൂ. പക്ഷേ കടലമാവൊക്കെ പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും കേട്ടോ. അപ്പോൾ ഞാനിതാ മുഖത്തും കഴുത്തിലൊക്കെ നമ്മുടെ പാക്ക് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു 15-20 മിനിറ്റ് നമുക്ക് കഴുകി കളയാവുന്നതാണ്. അപ്പോൾ അത് കഴുത്തിലൂടെയൊക്കെ ഉണങ്ങി വരുന്നുണ്ട് കേട്ടോ, നെറ്റിയിലൊക്കെ ഇങ്ങനെ ഉണങ്ങി വരുന്നുണ്ട്. ഇത് നമുക്ക് അധികം സംസാരിക്കുന്നത് വേണ്ട, ഇങ്ങനെ ഡ്രൈ ആവുന്ന വലിഞ്ഞു മുറുകില്ല. അന്നേരം അധികം സംസാരിക്കേണ്ട. സംസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് ചുളിവുകളൊക്കെ വരും. ഇപ്പം കുഴപ്പമില്ല, ഇപ്പം ഉണങ്ങി അങ്ങ് വരുന്നുണ്ട്, ഇപ്പം ഒന്നും പ്രശ്നമില്ല. പിന്നെ എന്താ പറയുക, ഈ തൈര് ചേർക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, കാരണം ഒരു ഓയിലായിട്ടൊക്കെ മുഖത്തങ്ങ് തോന്നുന്നതുകൊണ്ട് മടിയാണ് എല്ലാവർക്കും തേക്കാനായിട്ട്. പക്ഷേ ഞാൻ പറയുകയാണ്, കടലമാവിൻ്റെ കൂടെ നമ്മൾ തൈര് ചേർക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ നമ്മൾ ചെറുനാരങ്ങ നീരും കൂടെ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് നമുക്ക് ഓയിലായിട്ട് തോന്നില്ല കേട്ടോ, അത് നിങ്ങൾ പേടിക്കേണ്ട. അപ്പോൾ നല്ല സൂപ്പർ പാക്കാണ്. പിന്നെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ വീഡിയോസ് കണ്ട് ഒരുപാട് കൂട്ടുകാർ കമൻറ്റൊക്കെ ഇടാറുണ്ട്. പക്ഷേ എന്നെ ഫുൾ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മാളൂട്ടി. അപ്പം അവൾ എപ്പോഴും എൻ്റെ വീഡിയോസ് കണ്ട് കമൻറ്റ് ഇടാറൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ടിപ്സാണ് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇടാറുണ്ട്. പിന്നെ അവൾ ഒരു കോഫി പാക്ക് ഞാൻ തേച്ചപ്പം മുഖം ഇരുണ്ട് പോയി, കോഫി പിടിക്കണില്ല എന്ന് തോന്നുന്നു. അപ്പം അവൾക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, ഈ ഒരു പാക്ക് അടിപൊളിയാണ് കേട്ടോ. ഇത് കടലമാവിൻ്റെ പാക്ക് സൂപ്പറാണ്, എല്ലാവർക്കും ചേരുന്ന ഒരു പാക്കാണ്. നമ്മുടെ ഇരുണ്ട നിറമൊക്കെ മാറാനൊക്കെ അടിപൊളിയാണ്, കരിവാളിപ്പൊക്കെ മാറാൻ സൂപ്പറാണ് കേട്ടോ. ഇനിയിപ്പം എന്താ പറയുക, തൈര് നാരങ്ങയുടെ നീരൊക്കെ ചേർക്കാൻ മടിയുള്ളവരാണെങ്കിൽ കുറച്ച് കടലമാവ് എടുത്തിട്ട് സാധാ വെള്ളത്തിൽ കുഴച്ച് ചുമ്മാ ജസ്റ്റ് ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് നല്ലോണം മസാജ് ചെയ്തിട്ട് കഴുകി കളഞ്ഞാലും നല്ലതാണ്. നമ്മൾ സാധാ സോപ്പ് ഉപയോഗിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് കടലമാവ് ഉപയോഗിക്കുന്നത് കേട്ടോ. എല്ലാവരും അതൊന്നും ഉപയോഗിച്ച് നോക്കൂ. ഉപയോഗിക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നോക്കൂ, സൂപ്പറാണ്. നമ്മുടെ മുഖത്തിൻ്റെ വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. അടിപൊളി സംഭവമാണ്, അത്രയ്ക്ക് നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ കടലമാവ്. അപ്പോൾ ഞാൻ എൻ്റെ മുഖത്തും കഴുത്തിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് ബാക്കിയുണ്ട്, അത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ കയ്യിൽ തേച്ച് കൊടുക്കും. പിന്നെ നമ്മൾ ഈ ഒരു പാക്ക് ഉണ്ടല്ലോ, അതായത് തൈര് ചെറുനാരങ്ങ നീര് കടലമാവ് പാക്കുണ്ടല്ലോ, ഈ പാക്ക് നമുക്ക് ഡെയിലി നമുക്ക് കൈകളിലൊക്കെ തേച്ച് കൊടുക്കാം. മുഖത്തൊക്കെ ആഴ്ചയിൽ ഒരു 3 തവണയൊക്കെ ഉപയോഗിച്ചാൽ മതി. കയ്യിലൊക്കെ നമുക്ക് ദിവസം നമുക്ക് തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം എന്നതാ ഫേസ് പാക്ക് ഇങ്ങനെ ഉണങ്ങി വരികയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഒരു ഉണങ്ങി കഴിയും നമുക്ക് കാണാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും മുഖം നല്ല ഡ്രൈ ആയിരുന്നേ. അപ്പോൾ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ആ മുഖം കഴിയുമ്പോൾ തന്നെ നല്ല വ്യത്യാസം നമുക്കറിയാൻ പറ്റും. മുഖം നല്ല സോഫ്റ്റായി, ഒട്ടെണ്ണമായി കേട്ടോ. ഇത് തൈര് ചേർത്തോടെ എണ്ണമായി ആകുമോ എന്ന് പേടിക്കേണ്ട, എണ്ണമായി തോന്നണേ ഇല്ല, അടിപൊളി. പിന്നെ സോപ്പ് ഉപയോഗിക്കരുത് കേട്ടോ, നമ്മൾ സോപ്പിന് പകരമാണ് നമ്മൾ കടലമാവ് ഉപയോഗിക്കുന്നത്, സോപ്പ് ഉപയോഗിക്കുകയേ ചെയ്യരുത്. പിന്നെ കഴുത്തിലൊക്കെ പാക്ക് ഇട്ടുകൊണ്ട് കഴുത്തൊക്കെ നല്ല ക്ലിയർ ആയിട്ടുണ്ട്, അടിപൊളി പാക്കാണ് കേട്ടോ. അപ്പോൾ മുഖമൊക്കെ നമ്മുടെ കരിവാളിച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട, മുഖം നല്ല വെറുതാണ്. തണുത്ത വെള്ളമില്ലേ, വെള്ളം കൊണ്ട് മുഖം കഴുകിയിട്ട് ഈ ഒരു പാക്കങ്ങ് ഉപയോഗിച്ച് നല്ല വൃത്തി അങ്ങ് മസാജ് ചെയ്ത് അങ്ങ് കഴുകി കളഞ്ഞാൽ മതി. കരിവാളിപ്പൊക്കെ നല്ല വണ്ണം കുറയും, മുഖം നല്ല നിറം വയ്ക്കാനും സൂപ്പറാണ് കേട്ടോ. ഒരുപാട് സംഭവമൊന്നും വേണ്ടല്ലോ, കടലമാവ് മതി, തൈര് മതി, ചെറുനാരങ്ങയുടെ നീര് മതി, ഇത് 3 ബെസ്റ്റാട്ടോ, സൂപ്പറാണ്. പിന്നെ നിങ്ങൾക്ക് തൈര് നിങ്ങൾക്ക് പിടിക്കുന്നില്ല, അലർജിയാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മുടെ തിളപ്പിക്കാത്ത പാലില്ലേ, പാലെടുക്കാം. പാലല്ലെങ്കിൽ തൈര്, ഇതിലേതെങ്കിലും ഒരെണ്ണം എടുത്താൽ മതി കേട്ടോ. അപ്പം തിളപ്പിക്കാത്ത പാലും വേണേൽ നമുക്ക് എടുക്കാം, മറ്റതും അടിപൊളി തന്നെയാണ്. പക്ഷേ എനിക്കൊന്ന് പാലിനേക്കാളും ഇച്ചിരി കൂടുതൽ സൂപ്പർ കരിവാളിപ്പൊക്കെ കുറയാൻ അടിപൊളി സാധനം നമ്മുടെ തൈര് തന്നെയാണ്. അപ്പം തൈര് എന്തായാലും വീട്ടിലുണ്ടാക്കി വെക്കാം കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള തൈരാണ് ഏറ്റവും നല്ലത്, കട്ട തൈരില്ല അതാണ് നല്ലത്. കടയിൽ നിന്ന് മേടിക്കുന്ന തൈരിനേക്കാളും സ്ട്രോങ് കൂടുതൽ നമ്മുടെ വീട്ടിലുള്ള തൈര് തന്നെയാണ്. പിന്നെ ചെറുനാരങ്ങ നമ്മൾ എന്താ പറയുക, ഇപ്പം വേനൽക്കാലമാണല്ലോ, നാരങ്ങ കുടിക്കാനൊക്കെ നമ്മൾ ചെറുനാരങ്ങയൊക്കെ ഇച്ചിരി മേടിച്ച് വെക്കുക, കുറച്ച് മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. അപ്പോൾ കടലമാവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം എടുത്താൽ മതി. ഒരുപാട് പിന്നെ എന്താ പറയുക പാക്കാക്കി വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വയ്ക്കുന്ന വേണം. നമുക്ക് അന്നന്ന് ആവശ്യത്തിനുള്ളത് മാത്രം എടുത്താൽ മതി കേട്ടോ, ഒന്നും നമ്മൾ വേസ്റ്റ് ചെയ്യണം, നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം എടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന്
ഈ ഒരു പാക്ക് ഒന്ന് ചെയ്ത് നോക്കൂ. സൂപ്പറാണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇപ്പം നമ്മുടെ കൈയൊക്കെ നല്ലവണ്ണം കരുവാളിച്ചിട്ടുണ്ട്. നമ്മുടെ കൈ എപ്പോഴും കരുവാളിക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു പാക്ക് നമുക്ക് ദിവസം നമുക്ക് തേക്കാവുന്നതാണ്. അതായത് നമ്മൾ കയ്യിലൊക്കെ നമ്മൾ സോപ്പ് ഉപയോഗിക്കുമല്ലോ, സോപ്പിന് പകരം ഈ ഒരു പാക്ക് അങ്ങ് ഉപയോഗിച്ചാൽ മതി. നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ച് അങ്ങനെ മസാജ് ചെയ്ത് കണ്ടോ, ഇങ്ങനെ ഉരച്ച് കഴുകുവാണെങ്കിൽ നമ്മുടെ കൈക്ക് വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ താരം ഇവിടെ വന്നിട്ടുണ്ട്. ആരെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു കുഞ്ഞ് പട്ടിക്കുഞ്ഞ് കേട്ടോ. ഞാൻ അവനെ ഒന്ന് എടുത്തുകൊണ്ട് വരാവേ. നമ്മുടെ എല്ലാം ചേച്ചിയുടെ പട്ടിക്കുഞ്ഞാണ്. അപ്പോൾ അവർ ജോലിക്ക് പോകുന്നുണ്ട്. അവൻ ഇവിടെ നിർത്തിയേക്കുവാണ് കേട്ടോ. കുഞ്ഞു തക്കുടുവാണേ. തക്കുടിനെ എടുത്തുകൊണ്ട് വേഗം വരാം കേട്ടോ. ഇവനാണ് ഞാൻ പറഞ്ഞ തക്കുടു. ഇതന്നെ നക്കണുണ്ടോ എൻ്റെ പൊന്നെ, നക്കല്ലേ. ഇതാണിത്, ഇതേതാ സുന്ദരൻ എൻ്റെ അമ്മിഞ്ഞു. ഇതേതാ ചുണ്ടരൻ? ചുണ്ടരനെ കണ്ട? ഇത് എൻ്റെ ടക്കുടുവാ. ടക്കുടു ഉമ്മ ഉമ്മ ഉമ്മ. അടെ ടക്കുടുവേ. ചേച്ചിമാരെന്തേ? ഇത് ചേച്ചിമാരെന്തേ? ഉണ്ണിക്കുട്ടൻ എന്നെ അവിടെ എന്നെ നക്കണെന്തിനാ? നക്കണെന്തിനാ? നക്കുവാണോ? അച്ചടോ പാവം. കൈയൊക്കെ നക്കുകയാണ്. പല്ലില്ലാത്ത നല്ല രസമുണ്ട്. പല്ല് വന്നാൽ എനിക്ക് പേടിയാണ്. പാവം. അപ്പം ഇവന് കൂടൊക്കെ ഉണ്ട് കേട്ടോ. ഇവന് ഇച്ചിരി വലുതാവട്ടെ. വലുതായി കഴിഞ്ഞാൽ നമുക്ക് കൂട്ടിലിടാം. അതുവരെ അതിൽ കൂടെ ഞങ്ങൾ നക്കി അത് ഞങ്ങൾ ഓടിച്ചൊക്കെ വളരട്ടെ. മൊട്ട നക്കുവാണേ. എൻ്റെ കൈ മൊട്ട നക്കി. ഞാൻ നിൻ്റെ അമ്മയൊന്നുമല്ല. അമ്മ എന്തേ? അമ്മയെ ഇട്ടിട്ട് ഇങ്ങോട്ട് പോകുന്നല്ലേ? എൻ്റെ അമ്മ കിടന്ന് കരയണുണ്ടാവും. അപ്പോൾ ടാറ്റ പറഞ്ഞേരെ. ടാറ്റാ ടാറ്റാ ബൈ ബൈ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ എനിക്ക് ഇഷ്ടപ്പെടുവാണെങ്കിലും ഈ തക്കുടിനെ ഇഷ്ടപ്പെടുവാണെങ്കിലും നിങ്ങളൊന്ന് ലൈക്ക് ഇടണം കേട്ടോ. ഒന്ന് കമൻറ്റ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഒന്ന് കമൻറ്റ് ഇട്ടോളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഇടയ്ക്ക് ഒന്ന് എരിവിരി കൊള്ളുവാണ്. അപ്പം ഞാൻ തക്കുടിനെ കൂട്ടിൽ അല്ല ഒരു കുഞ്ഞു കൂടുണ്ട് അതിനകത്ത് കൊണ്ടുവരട്ടെ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.